ഹലോ ഗൈസ്, അങ്ങനെ റിയൽമിയുടെ പുതിയ ഫോൺ വരികയാണ്. GT7-ഉം 7T ആണ് വരുന്നത്. കാരണം റിയൽമിക്ക് ഈ ക്വാർട്ടറിൽ ഒരു സെയിൽസ് വളരെ കുറവായിരുന്നു. കാരണം 2023 തൊട്ട് 24-25 ക്വാർട്ടറിൽ അവർക്ക് വലിയ സെയിൽസ് ഒന്നും പറ്റില്ല. ആകെ വിറ്റ് പോകുന്ന GT സീരീസ് ആയിരുന്നു. GT സീരീസ് ഈ വർഷം പുതിയത് വരുന്നുണ്ട്. അത്യാവശ്യം തിരിച്ച് പിടിക്കാനാണ് റിയൽമി നോക്കുന്നത്. കാരണം ഇപ്പം മാധവ് സേട്ട് 3 കമ്പനിയുടെ CEO അയക്കുമെന്ന്. കാരണം ഒന്ന് റിയൽമിയുടെ, 2 ആൽക്കാട്ടൽ എന്ന് പറഞ്ഞൊരു പുതിയ കമ്പനി വരുന്നുണ്ട്. ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് 10,000 താഴെ വരുന്നു, ഒരു 14 താഴെ വരുന്ന ഒരു ഫോണിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ടുണ്ട്. ഇനി അവർ പുതിയ ഫോണുകൾ വരാം. ഒരു 4 ഫോൺ അതിൻ്റെ വരുന്നുണ്ട്. പിന്നെ ഹോണറിൻ്റെ ഒരു CEO ആയിരിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ 3 ഫോണിൻ്റെ CEO ഇപ്പോൾ അദ്ദേഹമാണ്. പിന്നെ റിയൽമിയുടെ GT7-ഉം GT7T ലോഞ്ച് ചെയ്യാൻ പോവാണ്. 27-ാം തീയതിയാണ് വരുന്നത്. നമുക്ക് ഇതിന്റെ സ്പെക്സിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. എന്നാലേ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോ നിങ്ങൾ കാണണ്ടേ. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം ഞാൻ GT7 പറയാം. ഫസ്റ്റ് നമുക്ക് ഡിസൈൻ നോക്കാം. ഡിസൈൻ വരുമ്പോൾ വെച്ചാൽ GT7-ഉം 7Tയും തമ്മിൽ ഡിസൈനിലുള്ള കളേഴ്സിൽ ഒരു ഗെയിമിംഗ് എഡിഷൻ പോലാണ് GT7T വരുന്നത്. മറ്റേത് നമ്മൾ GT7 Pro ഇറങ്ങിയായിരുന്നല്ലോ, അതേ ഡിസൈൻ തന്നെ. അതിലൊരു ക്യാമറ ഇല്ലാതെ ആണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. ഒരു ക്യാമറ മാറ്റിയാൽ എങ്ങനെയിരിക്കും അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെ വരുന്നത്. GT7 വരുന്ന ഡിസൈൻ അത്യാവശ്യം നല്ല ഡിസൈനാണ്. പ്രീമിയം ആയിട്ടുള്ള ഡിസൈനാണ് GT7-ഉം 7Tയും വരുന്നത്. കൊള്ളാം ഡിസൈൻ. വരുമ്പോൾ നമുക്ക് എങ്ങനെയോടെ നോക്കാം. GT7 വരുമ്പോൾ ഒരു 6.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയതുകൊണ്ടായിരിക്കാം ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ യൂസ് ചെയ്തിട്ടുണ്ട്. ബെസൽസ് ഒക്കെ നല്ല കുറവാണ്. അത്യാവശ്യം നല്ല ബെസൽസ് കുറച്ചാണ് വന്നേക്കുന്നത്. ഒരു 1.5K റെസൊല്യൂഷൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. യൂഷ്വലി വരുന്ന ഈ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഒരു 120 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്, 6000 നിക്സ് ബ്രൈറ്റ്നസ് ഉണ്ടെന്നാണ് പറയുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് ആണ്. HDR കണ്ടന്റ് കാണുമ്പോൾ മാത്രമേ ഉള്ള ഒരു ഗിമിക്കായിട്ട് ഞാൻ പറയും. പിന്നെ 240 PW ഡിമ്മിങ് ഒക്കെ ഉണ്ട്. അത് ചൈനീസ് ബ്രാൻഡൊക്കെ അതിന് വേണ്ടി നല്ല സെറ്റാണ്. ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ പോലും ഇല്ലാത്ത പല കാര്യങ്ങളും PW ഡിമ്മിങ് ആണ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ വേണ്ട ഒരു കാര്യങ്ങൾ. ഇത് ഐ പ്രൊട്ടക്ഷനും കാര്യങ്ങളും TV റെയിലാൻ സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്. കുറച്ച് ബ്രൈറ്റർ ആണെന്നൊക്കെ പറയുന്നു പലരും. കളേഴ്സ് ഒന്നും ബ്രൈറ്റ് കളേഴ്സ് ആണെന്ന് ഇങ്ങനെ ചൈനീസ് വേരിയന്റിൽ പറയുന്നു. ഇന്ത്യയിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, നമുക്ക് നോക്കാൻ വരുമ്പോൾ. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 7000 mAh ബാറ്ററിയാണ് വരുന്നത്. GT7-ലും 7Tയിലും വരുന്നത് 7000 mAh ബാറ്ററിയാണ്. 120 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് ഉണ്ട്. അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഫുൾ ചാർജ് ചെയ്ത് തീർക്കാൻ സാധിക്കും. അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടും. 2.5 ഡേ പുഷ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എക്സ്ട്രീം ബാറ്ററി ലൈഫ് എന്ന് പറയാം. അടുത്ത നമുക്ക് പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് GT7-ൽ വരുമ്പോൾ നമ്മുടെ 9400 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിൻ്റെ ഈ പ്രോസസ്സർ ആണ്. ഇപ്പോൾ സാംസങ് Exynos 2400E എന്നുണ്ട്. അതുപോലെ 9400-നെ ഒന്ന് ക്ലോക്ക് കുറച്ചിട്ട് 9000 ഇപ്പോൾ 8S Gen 3 ഇല്ലേ, അതുപോലെ 9400E വന്നേക്കുവാണ്. ഈ അത്യാവശ്യം നല്ല പെർഫോമൻസ്. 9400 തന്നെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും മോശമായിരിക്കത്തില്ല. അതിനേക്കാൾ ഒരു പടിക്ക് താഴ്ന്ന് നിൽക്കും എന്ന് മാത്രമേ ഉള്ളൂ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി. അപ്പോൾ 9400E ആണ് നമുക്ക് GT7-ൽ വരുന്നത്. GT7Tയിൽ വരുമ്പോൾ നമുക്ക് ഡയമണ്ട്സിറ്റിയുടെ 8400 എന്ന് പറഞ്ഞൊരു പുതിയ പ്രോസസ്സറാണ്. കാരണം ഇപ്പോൾ മോട്ടോ എഡ്ജ് 60 Proയിൽ വന്ന 8350 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. ഇത് ഒരു പുതിയതായിട്ട് വരുന്നൊരു പ്രോസസ്സറാണ്. ഇത് രണ്ടും ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് ഈ 2 ഫോണുകളിലാണ്. ഒന്ന് 9400E നമുക്ക് GT7-ലും കിട്ടും. 7Tയിൽ വരുമ്പോൾ നമുക്ക് 8400 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. 30-ന് താഴെയാണ് GT7T വരാൻ പോകുന്നത്. മറ്റേതിൻ്റെ പ്രൈസ് 35-ന് താഴെയാണ് GT7-ഉം വരാൻ പോകുന്നത്. നമുക്ക് എന്തായാലും വരുമ്പോൾ നോക്കാം പെർഫോമൻസ്. പിന്നെ DDR5X RAM, UFS 4.0, പിന്നെ USB 3.1 കാണാൻ സാധ്യതയുണ്ട്. മിക്കവാറും ഇത്രയും പ്രൈസ് കൊടുക്കുന്നുണ്ട്. GT7-ലെങ്കിലും അത് കാണും. GT7Tയിലും കാണും. UFS 3.1 എങ്കിലും കാണും. പിന്നെ USB 2.2 കാണത്തുള്ളൂ. അതുകൊണ്ട് ഡാറ്റ ട്രാൻസ്ഫറിംഗ് സ്പീഡൊക്കെ വളരെ കുറവായി. കാരണം ചൈനീസ് ബ്രാൻഡ് അത് ശ്രദ്ധിക്കുന്നില്ല. അവർ ഈ ബഡ്ജറ്റിലൊക്കെ USB 2.2 ആണ്. അപ്പോൾ ഒരാൾക്ക് കണക്ട് ചെയ്ത് കളിക്കണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ്. പലരും അത് റിപ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്ക് IQ തന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ അത് കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് IP റേറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അടുത്ത നമുക്ക് ക്യാമറ നോക്കാം. ക്യാമറ വരുമ്പോൾ എന്ന് വെച്ചാൽ GT7-ൽ വരുമ്പോൾ നമുക്കൊരു 50 MB മെയിൻ സെൻസറാണ്. IMXൻ്റെ സോണിയുടെ സെൻസറാണ് വരുന്നത്. അത് അത്യാവശ്യം നല്ല ക്യാമറ ആയിരിക്കും. മെയിൻ സെൻസർ ഒരു 2 ക്യാമറയെ വരുന്നുള്ളൂ ബാക്കിൽ. സെക്കൻഡറി ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 8 MP ആണ്. അത് ഇപ്പോഴത്തെ ഒരു ഔട്ട്ഡേറ്റഡ് ക്യാമറയാണ്. പക്ഷേ ഇവർ ഫോക്കസ് ചെയ്യുന്ന ഗെയിമിങ്ങും പെർഫോമൻസും ഒക്കെ ആയതുകൊണ്ട് ഇതൊരു കുഴപ്പമില്ല. അത്യാവശ്യം ഇത്രയെങ്കിലും ഉണ്ടല്ലോ. അൾട്രാ വൈഡ് ആംഗിൾ മോശമില്ലാത്ത രീതിയിൽ കിട്ടും. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഒരു മെയിൻ സെൻസർ, ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ. ഫ്രണ്ട് വരുന്ന 32 MP ക്യാമറ. ഇത് തന്നെയാണ് GT7Tയിലും വരാൻ പോകുന്ന ക്യാമറ. അവിടെ റിയൽ ക്യാമറയിൽ നമുക്ക് GT7-ൽ നമുക്കൊരു ഗുണമുണ്ട്. 4K 120 FPS നമുക്ക് ഷൂട്ട് ചെയ്യാം. 120 FPS സ്ലോ മോഷനിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഫ്രണ്ടിൽ നമുക്ക് ഫുൾ HD റെക്കോർഡിങ്ങേ വരുന്നുള്ളൂ. അതൊരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം റിയൽമി ഇപ്പോൾ IQൻ്റെ
അവർ പെർഫോമൻസ് കൂട്ടുമ്പോൾ അവർ വീഡിയോഗ്രാഫി വളരെ മോശമായിട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഫുൾ HD മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ HD 60 FPS കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് വരുമ്പോൾ നോക്കാം. 4K റെക്കോർഡിങ് വരുന്നില്ല. അതൊരു മോശമായിട്ട് തോന്നി. കാരണം 30 മണ്ടേക്കോട്ടുള്ള ഒരു ഫോണിൽ അത്യാവശ്യം കൊടുക്കാമായിരുന്നു. കാരണം മോട്ടോ പോലും 20 രൂപയ്ക്ക് നമുക്ക് 4K റെക്കോർഡിങ് തരുന്നുണ്ട്. 30 FPS ഉള്ളൂ. കാരണം അത് അത്ര പെർഫെക്റ്റ് നല്ല രീതിയിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾ 4K 60 FPS വേണ്ട, ഒരു 30 FPS കൊടുക്കുക. അപ്പോൾ ഓൾറൗണ്ടറെങ്കിലും ആക്കായിരുന്നു നമുക്ക്. അപ്പോൾ മറ്റേ GT 7Tയിലോട്ട് വരുമ്പോൾ റിയൽ ക്യാമറ നമുക്ക് 4K 60 ഉള്ളൂ, 120 FPS വരുന്നില്ല. ഫ്രണ്ടിലും ഫുൾ HD റെക്കോർഡിങ്ങേ ഉള്ളൂ, 60 FPS ഉണ്ട്. ഫ്രണ്ടിൽ 4K റെക്കോർഡിങ് രണ്ടിലും വരുന്നില്ല. ഫ്രണ്ടിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം 35 താഴോട്ടുള്ള ഫോണുകളാണ്, 35 മണ്ടക്കോട്ടും വരാൻ സാധ്യതയുള്ള ഫോണുകളാണ്. അപ്പോൾ ഇത് IQ Neo 10ൻ്റെ കൂടെ ആയിരിക്കും മത്സരിക്കാൻ പോകുന്നത്, GT 7 മത്സരിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് വരുമ്പോൾ നോക്കാം. കമ്പാരിസൺ വീഡിയോ ചെയ്യാം. എന്തായാലും വരട്ടത്. ഈ രണ്ട് ഫോണുകളും പെർഫോമൻസ് ഓറിയന്റഡ് ഫോണാണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ പെർഫോമൻസ് ആൻഡ് ബാറ്ററി ലൈഫ് ആണ്. ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ആണ്. റിയൽമി GT 7T സ്റ്റാർട്ട് ചെയ്യുന്നത് 31,999 ആയിരിക്കും വരാൻ പോകുന്നത്. GT 7 വരാൻ പോകുന്നത് 35 രൂപയ്ക്കായിരിക്കും വരാൻ പോകുന്നത്, 34,999. അങ്ങനെ 2 വേരിയന്റിലായിരിക്കും വരാൻ പോകുന്നത്. ഈ ഫോൺ രണ്ടും ഒരു ദിവസം തന്നെയാണ് ലോഞ്ച് ചെയ്യുന്നത്. മാർച്ച് 27 ഉച്ചയ്ക്ക് 1 മണിക്കാണ് ലോഞ്ച് ചെയ്യുന്നത്. നമുക്ക് ആമസോണി നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു. റിയൽമി ആരാധകരും റിയൽമി ഇഷ്ടപ്പെടുന്നവർക്കും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ. പക്ഷെ ഒരു ഓൾറൗണ്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം ഒരു ഡീസന്റ് ഫോൺ. ഇതിന്റെ പ്രൈസിങ് വെച്ച് നോക്കുമ്പോൾ പ്രൈസിങ് ഇങ്ങനെ വരുവാണെങ്കിൽ തന്നെ ഒരു ഡീസന്റ് ഫോൺ എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ IQന്റെ ഫോണും വരുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ ആയിരിക്കും മത്സരിക്കാൻ പോകുന്നത്. 8s Gen 3 ആയിട്ട് IQ വരുന്നുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ എഡിഷനും വരുന്നുണ്ട്. റിയൽമി GT 7 പ്രീമിയം ലക്ഷറി ബ്രാൻഡ് ആയിട്ടുള്ള ആസ്ട്രോ ബ്രാൻഡിന്റെ മാർട്ടിൻ എന്ന് പറഞ്ഞൊരു കാറിന്റെ സ്പെഷ്യൽ എഡിഷൻ ആയിട്ടുള്ള അതിന്റെ ഗ്രീൻ എഡിഷൻ തന്നെ, ഗ്രീൻ എഡിഷൻ കാറിന്റെ അതിന്റെ ഒരു ചിഹ്നവും എല്ലാം കൂടെ ചേർത്തൊരു സ്പെഷ്യൽ എഡിഷൻ വരുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് വരുമ്പോൾ നോക്കാം. അതിന് എക്സ്പെൻസ് കൂടുതലായിരിക്കും. ഒരു 40,000 റുപ്പീസോളം വരും. അതിന്റെ അണ്ടറിൽ നിൽക്കും. പണ്ട് റിയൽമി പല ഡിസൈനേഴ്സിനെ കൊണ്ടുവന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോണുകൾ. അപ്പോൾ ഇതൊരു ലക്ഷറി. ഇപ്പൊ നമ്മൾ ഓൾറെഡി BMW എഡിഷൻ എന്ന് പറയുന്ന പോലെ ഇപ്പൊ IQ BMW എന്ന് പറഞ്ഞ പോലെ ഇത് അത്യാവശ്യം നല്ല ഫോണുകളാണ്. മിക്കവാറും പെർഫോമൻസിൽ എനിക്ക് തോന്നുന്നു സ്നാപ്ഡ്രാഗൺ ഒരു പൊടിക്ക് നിൽക്കാൻ സാധ്യതയുണ്ട്. 8s Gen 3 ആയതുകൊണ്ട് അതിൽ IQ Neo 10 GT 7 നിങ്ങൾ ഇതിൽ ഏതാണ് എടുക്കാൻ പോകുന്നത്, ഏതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. എന്നാലും നമുക്ക് അടുത്ത വീഡിയോ കാണണ്ടേ.